റോസ് ചെടികൾ എപ്പോഴും നന്നായിട്ട് പൂവിട്ട് കാണാനാണ് നമുക്കൊക്കെ ആഗ്രഹം. അതിന് വേണ്ടിയിട്ട് ഈ മൺസൂണിൽ തന്നെ നമുക്ക് അവരെ ഒന്ന് റെഡിയാക്കാം. വേനൽ കഴിഞ്ഞ് ചെറിയൊരു മഴ കിട്ടിയപ്പോൾ തന്നെ ചട്ടിയിലെല്ലാം നിറയെ പുല്ലുകൾ പടർന്നു പിടിച്ചിട്ടുണ്ട്. അവരെയൊക്കെ ആദ്യം നമുക്ക് ഒഴിവാക്കാം. പുല്ലൊക്കെ പറിച്ചു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഏറ്റവും അടിയിൽ നിന്നൊക്കെ പുതിയ പുതിയ ഷൂട്ട്സൊക്കെ വരുന്നത് നമുക്ക് കാണാം. ഇതൊക്കെ അടുത്ത സമ്മർ ആകുമ്പോഴേക്കും നമുക്ക് നന്നായിട്ട് ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഷൂട്ട്സാണ്. മണ്ണ് ഇങ്ങനെ അധികം കട്ടിയാവാതെ നല്ല ഇളക്കമുള്ള രീതിയിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മണൽ പോട്ട് മിക്സിൻ്റെ കൂടെ യൂസ് ചെയ്താൽ മതി. എൻ്റെ കയ്യിൽ ഏകദേശം ഒരു 10 വെറൈറ്റിയോളം റോസുകളുണ്ട്. അതിൽ ഓർക്കിഡ് റോസുകളും ബട്ടൺ റോസുകളും കാശ്മീർ റോസുകളും എല്ലാം ഉൾപ്പെടും. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഫെർട്ടിലൈസേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. മഴക്കാലം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് മണ്ണിൽ ലയിച്ചു ചേരുന്ന വളങ്ങളൊന്നും കൊടുക്കാത്തതാണ് നല്ലത്. അതിന് പകരം ഇങ്ങനെ കുറച്ച് സമയമെടുത്ത് ഡീകമ്പോസ് ചെയ്ത് പോകുന്ന മുട്ടയുടെ തോട് അല്ലെങ്കിൽ പഴത്തിൻ്റെ തൊലി, ഇതൊക്കെ കഷ്ണങ്ങളാക്കിയത് നമുക്ക് ഉപയോഗിക്കാം. റോസുകളുടെ മൺസൂൺ കെയറിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് പ്രൂണിങ് എന്നുള്ളത്. മഴക്കാലം ആയതുകൊണ്ട് തന്നെ ഇതിന് വേഗം കൂടുതൽ കമ്പുകൾ മുളച്ചു വരും. അതുകൊണ്ട് നമുക്ക് പൂവിട്ട് കഴിഞ്ഞ കൊമ്പുകൾ, ഉണങ്ങി തുടങ്ങിയ കൊമ്പുകൾ, വളരെ നീണ്ടുപോയ ഇലകൾ കുറഞ്ഞ കൊമ്പുകളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് വെക്കാം. ചട്ടിയിൽ വെക്കുന്ന റോസുകൾക്ക് മാത്രമല്ല കേട്ടോ മൺസൂണിൽ കെയർ കൊടുക്കേണ്ടത്. നിലത്ത് നട്ടിട്ടുള്ള ഇങ്ങനത്തെ നാടൻ റോസുകളും നന്നായിട്ടൊന്ന് പ്രൂൺ ചെയ്തു മുട്ടത്തോടും വളങ്ങളും ഒക്കെ ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ്.